നമുക്കിന്നൊരു നല്ല വെള്ള കളറിലിരിക്കുന്നൊരു മാങ്ങായും ക്യാരറ്റുള്ള അച്ചാറല്ല. നമ്മുടെ മാവേലൊക്കെ മാങ്ങയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ നല്ലൊരു 3-4 നല്ലൊരു മൂത്ത് കിടപ്പുണ്ട്. നമുക്ക് അതിൽ 2 പറിച്ച് നമുക്കൊരു വെള്ളമാങ്ങ അച്ചാറിടാം. രണ്ട് മാങ്ങ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നല്ല മൂവാണ്ട മാങ്ങ കേട്ടോ. നമുക്കിത് ആദ്യം ഒന്ന് തൊലി കളഞ്ഞ് അതിന് അരിഞ്ഞെടുക്കാം. നമ്മളിത് ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങായും ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ അത് എരിവെന്ന് പറഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നത് നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ശകലം ഉലുവായുടെ പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവായൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എത്രയും കൂടുതൽ അച്ചാറിന് ഇറങ്ങുന്ന അത്രയും നല്ലതാണ്. നമുക്കിനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് മുളക് പൊടി ഭയങ്കര എരിവൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് പച്ചമുളക് മാത്രം ഇടുന്നതുകൊണ്ട് അധികം എരിവൊന്നും വരത്തില്ല. പക്ഷേ നല്ല മാങ്ങാലപ്പുളിയൊക്കെ ഉള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റും മാങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ ക്യാരറ്റ് കൂടെ ഇടുമ്പോഴത്തേക്ക് ഈ അച്ചാർ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ആ വെള്ളയും ഓറഞ്ച് കളറോടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ആ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയും കൂടാണ്. അപ്പോൾ നമ്മുടെ ഈ മാങ്ങയ്ക്ക് പൊതുവെ പുളി കുറവുള്ള മാങ്ങയാണ്, മൂവാണ്ട മാവാണ്. അപ്പോൾ പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഇതിന് പുളി കുറവായതുകൊണ്ട് നമുക്ക് അച്ചാറിച്ചിരി പുളിയൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മളതുകൊണ്ട് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ അകത്ത് കിടന്നൊരു 5 മിനിറ്റ് കിടന്നതൊന്ന് വെന്ത് വരണം. ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അച്ചാറിൻ്റെ മെയിൻ ടേസ്റ്റ് കായപ്പൊടിയാണ്. നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയ്ക്കകത്തും ആ വിനാഗിരിക്കകത്തും കിടന്ന് ഒരു 5 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാവും. വിനാഗിരി ഒഴിച്ചുകൊണ്ട് ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കറക്റ്റാണ്. ഇത് ചേർന്നും ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചൊരു 5 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പുഴുങ്ങുന്ന പരുവത്തിലാക്കി എടുത്താൽ മതി. നമുക്കിത് ഒന്ന് കടിച്ച് തിന്നുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ഈ സാധാരണ വെള്ളയച്ചാർ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റേ ചുമലച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് അലുത്ത് പോകുന്ന രീതിയിലല്ല. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കടിക്കുന്ന പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒരു 5 മിനിറ്റോളമായി നമ്മളിത് അടുപ്പേ വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങായും ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് പുഴുങ്ങിയ പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് ഉണ്ടാക്കി എടുക്കാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഞാൻ ഇതിൻ്റെ ഒരു പരുവം ജസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് നല്ല വിനാഗിരി ചെയ്യുന്നപ്പോഴത്തേക്ക് ആ പുളിയൊക്കെ നല്ലപോലെ വന്നു. നമ്മുടെ മൂവാണ്ട മാവ് ആയതുകൊണ്ട് നമ്മുടെ മാവിന് പൊതുവേ ഒരു പുളി കുറവാണ്. ചെറിയൊരു മധുരിപ്പുള്ള ഒരു മാങ്ങയാണ് മൂവാണ്ട മാങ്ങ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിനാഗിരി ഒഴിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന മാങ്ങ പോലെ നമ്മൾ വിനാഗിരി യൂസ് ചെയ്തത് നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ വിനാഗിരി ഒഴിക്കാതിരിക്കും നല്ലത്. ഭയങ്കര പുളിയായി പോയാൽ അത് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിത് ഇച്ചിരി മധുരിപ്പുള്ള മാങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത്. അപ്പം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അച്ചാർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.